വ്യക്തിപരമായി അദ്ദേഹത്തെ ആരെങ്കിലും ആക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമെങ്കിൽ അത് തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല, ചർച്ച ചെയ്യുകയും ചെയ്യും. പക്ഷേ അങ്ങനൊരു ഇഷ്യൂ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഇടപെട്ടത് പരിഹരിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ഇതാണ്, അദ്ദേഹം പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണം. പാർട്ടിക്ക് വ്യത്യസ്തനല്ല ജീസുകാരൻ, പാർട്ടിയോടൊപ്പം ചേർന്ന് പോകേണ്ട ആളാണ്. പാർട്ടി എല്ലാ കാര്യത്തും അദ്ദേഹത്തെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയട്ടെ. ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത്, പാർട്ടിക്കകത്താണ് നിൽക്കുന്നത്. അത് തന്നെ സഹിക്കാൻ പറയാറില്ല. സഹിച്ചത് ഞാൻ മാർക്സിസ്റ്റ് ശൈലിയിൽ, സംഘടനാ ശൈലിയിൽ സംസാരിക്കാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും കഴിയുന്നില്ല എന്നുള്ളതാണിത്. ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഏതാനും 2 ആഴ്ചക്ക് മുമ്പ് മനോരമയിൽ സഹിച്ചറിയാൻ പാർട്ടിക്ക് യോജിക്കാതെ പറഞ്ഞ 14 കാര്യങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു മാധ്യമത്തിൽ. പാർട്ടിക്ക് യോജിക്കാതെ അദ്ദേഹം സംസാരിച്ച 14 കാര്യങ്ങൾ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം ആ അടിസ്ഥാനത്തിൽ വിലക്കുകയോ, ഇടയ്ക്ക് കുറച്ചു കാലം മന്ത്രിസഭയിൽ നിന്ന് മാറിയോ അയാളാണ് അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കുന്നത്. മന്ത്രിസഭയിൽ ഞങ്ങൾ 10 വർഷം എഴുതിട്ട് ഞങ്ങളാരും മാറി. അപ്പം ഞാൻ പറയുന്നത്, എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള പ്രത്യയശാസ്ത്ര ബോധമോ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല.